എന്താണ് ഇപ്പോൾ ചൂലും എടുത്തിട്ടുള്ള പരിപാടി എന്നല്ലേ? ഇന്ന് ചൂലിൽ തന്നെ അങ്ങോട്ട് തുടങ്ങട്ടെ. കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കമൻറ്റ് കേട്ടോ. നല്ല വലിയൊരു ഷൂറാക്ക് വാങ്ങിച്ചിട്ട് മുമ്പ് കിടക്കുന്ന ചെരുപ്പൊക്കെ എടുത്ത് അതിലേക്ക് വെക്കാൻ. വലിയൊരു ഷൂറാക്ക് നമ്മൾ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൊള്ളാവുന്ന ചെരുപ്പല്ല അവിടെ ഉള്ളത്. കാരണം 10-11 ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും 3-4 ജോഡി ചെരുപ്പ് വരുമ്പോൾ കയ്യിലൊന്നും ഒപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തല്ലേ, അപ്പം നമുക്ക് ചേഞ്ച് എന്തായാലും കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ ചെരുപ്പൊക്കെ എടുത്ത് മാറ്റി ഒരു എക്സ്ട്രാ ഷൂറാക്ക് ഉണ്ടായിരുന്നു ബാക്കിൽ, അതെടുത്തുകൊണ്ടെന്ന് അവിടെ അങ്ങോട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി എല്ലാവരും ഇതിൽ തന്നെ വെച്ചോളണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവും എന്തോ ഒന്നും അറിയില്ല. എന്തായാലും ഞാനൊരു തുടക്കം കുറിച്ചിട്ടുണ്ട് അവിടെ. അമ്മേൻ്റെ കയ്യിലുള്ള ചൂല് എപ്പോൾ കൈ കിട്ടും എന്ന് നോക്കിയിരിക്കുകയാണ് നമ്മളെ തുമ്പം കേട്ടോ. ചൂല് എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ എന്താവും എന്തോ അറിയില്ല. പിന്നെ ബാക്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതിൽ ഞാൻ അധികം പൊടി തട്ടാൻ നിന്നിട്ടില്ല, കാരണം പണി കിട്ടും. പിന്നെ ഒന്നാമത് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കുനിയുന്ന സമയത്തില്ലേ, എനിക്ക് സ്റ്റിച്ചിനാവുന്ന നൈസായിട്ട് വേദന വരുന്നുണ്ട്. അപ്പം ഞാൻ ഓവറാക്കുന്നില്ല, എന്നാലും ഒരു വിധത്തിലൊക്കെ ഒന്ന് തട്ടി ഇനി ചെരുപ്പുകളൊക്കെ അതിൽ കയറ്റി വെക്കണം. ചെരുപ്പ് വെക്കുമ്പോഴേ അല്ലുട്ടൻ പറയണ്ട, അമ്മ ഈ സൈഡിലുള്ളത് എനിക്ക് തന്നെ സ്ഥലം തരണേന്ന്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ മൂപ്പർക്ക് ഭയങ്കര ഉഷാറാണ്. മറ്റടുത്ത് നമ്മൾ മറ്റേ ഷൂഡൻ്റെ ഷൂറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ തോര അല്ലൂസിനായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വേഗം ചെരുപ്പൊക്കെ സെറ്റാക്കി അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോൾ മൂപ്പരും അത് മറന്നു. പിന്നെ ഇനിയിപ്പോൾ ഇത് എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചിലപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ഉണ്ടാവും, എല്ലാം വാരി വലിച്ചിട്ടിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചെയ്യാണ്ടിരിക്കില്ലല്ലോ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ചെരുപ്പുകളാണ് തുമ്പമ്മേൻ്റെ. ഇതൊക്കെ കൂടെ അതിൽ കൂടെ അങ്ങോട്ട് ഊർന്നിറങ്ങി വീടും കേട്ടോ. ഒക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന കേട്ടോ. നമ്മളെ ക്യാമറാമാൻ എന്തൊക്കെയോ എടുത്ത് കൂട്ടുണ്ട്. അല്ലുട്ടനാണേ. ഞങ്ങൾക്ക് മുകളിലെ തട്ട് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഓർക്ക് ഞാൻ അതങ്ങ് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ തട്ട് തന്നെ അല്ലൂസിനും അച്ചച്ചനും തുമ്പിക്കും കൊടുത്ത് ഞങ്ങളൊക്കെ ഭാവങ്ങൾ താഴെ. എൻ്റെ ഒരു സ്വഭാവം എന്താ അറിയോ, എനിക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കുന്ന പരിപാടി ഒന്നുമില്ല. പക്ഷേ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ എക്സ്ട്രീം കണ്ടിട്ടേ ആവുള്ളേ. അപ്പോൾ ഞാൻ ഇവിടെ വൃത്തിയാക്കി, പിന്നെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും ഞാൻ സൈഡായി ഗൈസ്. പിന്നെ എനിക്ക് എവിടെയും കിടന്നാൽ മതി എന്നായിട്ടോ. എനിക്കിങ്ങനെ കുറച്ച് ഓവറായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത തലകറക്കം, നമുക്ക് കണ്ണിൽ ഇരുട്ട് കയറുക പറയില്ലേ, ഇത് അതുകൂട്ടാണ് അവസ്ഥ. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ സൈഡാവും കേട്ടോ. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി പോകും. അപ്പോൾ അമ്മയ്ക്ക് എന്നെ എപ്പോഴും ചീത്ത അറിയും, ഈ ചെയ്യുമ്പോൾ ഇങ്ങനെ വല്ലാണ്ട് ചെയ്തിട്ടാണ് കുറച്ചീശെ എടുത്താൽ മതിയെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്കങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചെയ്ത് കളയും. അതങ്ങനെയാണ് ഗൈസ്. ഞാൻ എപ്പോഴും പറയല്ലേ, മറ്റേ അതിന് ആ കളരിക്ക് പുറത്ത് അല്ലേ ആശാന നെഞ്ചത്ത് എന്ന് പറയില്ലേ, ആ ടൈപ്പ് ആളാണ് ഞാൻ. സംഭവം ഞാനൊരു മടിച്ചിയാണ്, പക്ഷേ ഞാനൊരു പെർഫെക്ഷനിസ്റ്റുമാണ്. അതായത് മടിയാണ്, ചെയ്യുമ്പോൾ പെർഫെക്ഷനായിട്ട് ചെയ്യണം. ഇതേത് എന്നെ പോലുള്ളവരുണ്ടെന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഫൈനലി നമ്മളെല്ലാം സെറ്റാക്കിയിരിക്കുകയാണ് ഗൈസ്. ഷൂറാക്കിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തുമ്പി കളത്തിലിറങ്ങി. വേണ്ടാത്ത കുറച്ച് ചെരുപ്പൊക്കെ ഞാൻ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം കൂടെ അടിച്ച് വാരി തീർപ്പിക്കുന്നുണ്ട് കുട്ടി. അത് കഴിഞ്ഞ് പിന്നെ രണ്ടിനും കൂടെ കയ്യും കാലും മുഖമൊക്കെ കഴുകി കാത്തേ കയറ്റി രണ്ടാക്കും ചോറ് കൊടുക്കുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. മമ്പയറും ഇളവനും കറി ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ കോവയ്ക്കൻ്റെ ഉപ്പേരി ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്ത് പിന്നെ ഞാനും കഴിച്ചു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.